സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെജോറിറ്റി ആളുകളും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ പറയുന്നത് അധികവും സാഡ്നെസ് ആണ്. എന്നാൽ സാഡ്നെസ് ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന പലർക്കും ഡിപ്രഷനാണ്. ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചർ സ്റ്റേറ്റ് എന്താണെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം ആൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അപ്പം നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഡയറക്റ്റ്ലി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് സാഡ്നെസ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളൊരു സ്പെസിഫൈ ചെയ്തിട്ടുള്ളൊരു ഇവൻറ്റിൽ ഫെയിൽ ആവുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാം എഴുതി അതിൽ നമ്മൾ ഫെയിൽ ആവുകയാണ്. അതോടുകൂടി നമുക്ക് ഭയങ്കര ഒരു സാഡ് ഫീല്, നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നമ്മൾ അതുവരെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അത്ര ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങി നമ്മളൊരു ബാഡ് മൂഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള മൂഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കതിനെ സാഡ്നെസ് എന്ന് പറയാം. സാഡ്നെസ് നിങ്ങൾക്ക് എങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ തന്നെ സാഡ്നെസ് വന്ന പോലെ തന്നെ പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. കൂടെ നമ്മൾ പഴയ ആ ഒരു രീതിയിലേക്ക് കളിയും ചിരിയും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ച് ആ ഒരു സ്റ്റേറ്റിലേക്ക് തന്നെ, നമുക്ക് ആ ഒരു മൈൻഡ്ഫുൾനെസ്, ഒരു ഹാപ്പി സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇതാണ് സാഡ്നെസ് എന്ന് സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു നാച്ചുറൽ ഇമോഷണൽ റെസ്പോൺസ് ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ചില ഡിസപ്പോയിൻമെൻറ്റോ ചില പെയിനുകളോ ചില ലോസുകളോ ഒക്കെ എന്ത് ചെയ്യും നമ്മളെ സാഡ്നെസ്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. ഇത് നമ്മളെ സ്ലീപ്പിനെയും നമ്മുടെ ബോഡിയെയും നമ്മളെ ഹെൽത്തിനെയും നമ്മളെ എനർജിയെയും നമ്മളെ മൂഡിനെയും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ബാധിക്കും എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് കാണാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാഡ്നെസ്സിൽ നിന്നും ഡിപ്രഷനിലേക്ക് വരുന്ന സമയത്ത് ഡിപ്രഷൻ എന്നുള്ളത് ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, മാസങ്ങളോളം നമ്മൾ സെയിം മോഡിൽ പോകുന്ന ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ്റെ മറ്റു കുറച്ച് സിംറ്റംസ് ആണ്. നമ്മൾ അതുവരെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊന്നും പിന്നീട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്ന് ഉള്ളറിഞ്ഞ് ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് കേൾക്കുന്ന സമയത്തൊന്ന് ഹാപ്പി ആവാനോ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്നതോടുകൂടി നമ്മളെ ലൈഫിൻ്റെ ഒരു ഹോപ്പ് നമുക്ക് നഷ്ടപ്പെടുന്നതും, അതുപോലെ തന്നെ നമുക്കൊരു എംപ്റ്റി ഫീല് വരിക, പിന്നെ നമ്മളെ ഒരു സ്ലീപ്പ് പ്രോപ്പർ ആവാത്ത രീതിയിലേക്ക് വരുന്നതും, ബേസിക് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു എനർജറ്റിക് ഫീൽഡിൽ ചെയ്യാൻ പറ്റാത്തതും, നമ്മളെ ഒന്നിനും കൊള്ളൂല അല്ലെങ്കിൽ എന്നെ ഒന്നിനും ഉപയോഗപ്പെടൂല എന്നൊക്കെയുള്ള രീതിയിലുള്ള തോട്ട്സിലേക്ക് നമ്മളെ ചിന്തകളെ കൺവേർട്ട് ചെയ്ത് വിടാനും, അതുപോലെ തന്നെ ഈവൻ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോലും എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ് നമ്മളെ എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മൾ സാഡ്നെസ് ആണോ അതോ ഡിപ്രഷൻ ആണോ. സാഡ്നെസ് ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ സൈക്കിൾ എടുത്ത് കൂടിയിട്ടില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും, കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് ഓക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് മൈൻഡ് പവർ ടൂൾസ് യൂസ് ചെയ്യാം, മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് തോന്നുന്ന ഒരാളെ കണക്ട് ചെയ്തിട്ട് അവരുമായിട്ട് നിങ്ങളെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ സംസാരിച്ച് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളത് എന്താണ്, അതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സാഡ്നെസ്, എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് മാത്രമാണ്. ഐ തിങ്ക് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിൽ ഡിപ്രഷനും സാഡ്നെസ്സും അറിയാൻ വേണ്ടിയിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.